ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഫറൂഖ് അഹമ്മദ്. KUF മീഡിയയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. മക്കൾ ഉപേക്ഷിക്കപ്പെടുന്ന മാതാപിതാക്കളുടെ എണ്ണം നാൾക്കുനാൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. ഈ വിഷയത്തെ കുറിച്ചിട്ട് ഞാൻ 2-3 വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇവിടെ ഈ രീതിയിൽ നിരവധി മാതാപിതാക്കളാണ് സ്വന്തം മക്കൾ തന്നെ മുൻകൈയെടുത്ത് നിഷ്ഠൂർണം വഴിയിലും അതുപോലെ തന്നെ ആരാധനാലയങ്ങളുടെ മുറ്റത്തും അങ്ങനെ വൃദ്ധസദനങ്ങളിലൊക്കെ ഉപേക്ഷിക്കുന്നത്. ഇത്തരം മക്കൾക്കെതിരെ ഇവിടെ പ്രയോഗിക്കാൻ ശക്തമായ നിയമ സംവിധാനങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ പലപ്പോഴും ആ നിയമങ്ങളൊക്കെ നോക്കുകുത്തികളാവുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇതുപോലെയുള്ള തോന്നിവാസങ്ങൾ നമ്മുടെ സമൂഹത്തിൽ ക്രമാതീതമായി വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ്. കഴിഞ്ഞ ദിവസം ഒരു വൃദ്ധസദനത്തിലെ ഒരു സൂപ്രണ്ട്, എനിക്ക് വർഷങ്ങളായി പരിചയമുള്ള ഒരു വ്യക്തിയാണ്. ഞാൻ ഈ മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരു ആളെന്ന നിലയിൽ, അതായത് ഇത്തരം മക്കൾ ഉപേക്ഷിക്കപ്പെടുന്ന മാതാപിതാക്കളുടെ നീതിക്ക് വേണ്ടി ശബ്ദമുയർത്തുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ അദ്ദേഹമായിട്ടുള്ള ഒരു പരിചയത്തിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം കഴിഞ്ഞ ദിവസം എന്നോട് ഫോൺ ചെയ്തപ്പോൾ അദ്ദേഹം പറഞ്ഞത്, അദ്ദേഹം സൂപ്രണ്ടായി ജോലി ചെയ്യുന്ന ആ സ്ഥാപനത്തിൽ ഏകദേശം 180ഓളം അന്തേവാസികൾ ഉണ്ടെങ്കിൽ തന്നെ അതിൽ 35 അന്തേവാസികൾക്കും നല്ല രീതിയിൽ കഴിയുന്ന മക്കളുണ്ട് എന്നാണ്. അതായത് നല്ല രീതിയിൽ, അതായത് സാമ്പത്തികമായും വിദ്യാഭ്യാസപരമായിട്ടും ബുദ്ധിപരമായും ശാരീരികമായിട്ടും എല്ലാം കൊണ്ട് മുൻപന്തിയിൽ നിൽക്കുന്ന മക്കളുടെ മാതാപിതാക്കളാണ് ആ ഓൾഡേജിൽ കഴിയുന്നത് എന്നാണ് അദ്ദേഹത്തിന്റെ സ്വന്തം അനുഭവമാണ് പറഞ്ഞത്. ഈ രീതിയിലാണ് പല വൃദ്ധസദനത്തിലും നമ്മൾക്കിപ്പോ കാണാൻ കഴിയുന്നത്. ഇപ്പൊ സാമൂഹ്യക്ഷേമ വകുപ്പിന്റെ കണക്കിൽ പ്രകാരം തന്നെ 46% പേർക്കും, അതായത് ഇപ്പോൾ കഴിയുന്ന വൃദ്ധസദനത്തിൽ കഴിയുന്ന 46% പേർക്കും മക്കളും അടുത്ത ബന്ധുക്കളൊക്കെ നല്ല രീതിയിൽ ജീവിക്കുന്നവരുടെ മാതാപിതാക്കളാണ് ഇവിടങ്ങളിൽ കഴിയുന്നു എന്നാണ്. അപ്പൊ ഇങ്ങനെയുള്ള ഒരു രീതി അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇത്തരം മക്കൾക്കെതിരെ നമ്മുടെ അധികാരികൾ എന്തുകൊണ്ട് നടപടി എടുക്കുന്നില്ല എന്നുള്ള ചോദ്യം വളരെ പ്രസക്തമായിട്ടാണല്ലോ. 2007 മൈന്റനൻസ് വെൽഫെയർ പേരന്റ്സ് ആൻഡ് സീനിയർ സിറ്റിസൺ ആക്ട് പാർലമെന്റിൽ ഒരു നിയമം പാസാക്കിയത്. ആ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ ഈ രീതിയിൽ വൃദ്ധസദനത്തിൽ കഴിയുന്ന മാതാപിതാക്കളുടെ മക്കളിൽ നിന്ന് തന്നെ ഇവരുടെ സംരക്ഷണത്തിന് ആവശ്യമായ തുക സർക്കാർ തന്നെ ഈടാക്കണമെന്നുള്ള കർശനമായിട്ടുള്ള ഒരു അതിൽ പറയുന്നുണ്ട്. പക്ഷെ ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ, ഈ നിയമങ്ങളൊന്നും ഇവിടെ അധികാരികൾ നടപ്പിലാക്കുന്നില്ല എന്നതാണ്. അവിടെ ഒരു സ്വന്തം മാതാപിതാക്കൾ പ്രായമായി കഴിഞ്ഞാൽ ഇന്ന് മക്കൾക്കൊരു ബാധ്യതയായിട്ട് മാറി. അതുകൊണ്ട് തന്നെയാണ് വീട്ടിലെ മാലിന്യങ്ങൾ തള്ളുന്ന ലാഘവത്തോട് കൂടിയിട്ട് വഴിയിലും അതുപോലെ തന്നെ ഓൾഡേജ് ഭവന്റെ മുറ്റത്തോ അല്ലെങ്കിൽ ഏതെങ്കിലും ആരാധനാലയങ്ങളിലെ മുറ്റത്തോ ഒക്കെ കൊണ്ടുപോയിട്ട് മക്കൾ ഉപേക്ഷിക്കപ്പെടുന്നത്. ഈ ക്രൂരതയ്ക്ക് ഒരു അറുതി വരുത്തണമെങ്കിൽ ഇത്തരം മക്കൾക്കെതിരെ ശക്തമായിട്ടുള്ള മാതൃകരമായിട്ടുള്ള ഒരു നടപടി എടുക്കാം. എങ്കിൽ മാത്രമേ ഇതുപോലുള്ള തോന്നിവാസങ്ങൾ നമ്മുടെ സമൂഹത്തിൽ നിന്ന് കുറച്ചെങ്കിലും ഇല്ലാതാക്കാൻ സാധിക്കൂ.